നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷന് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ചെങ്കോട്ടകൾ തകർന്നടിഞ്ഞു. അടിപതറി മന്ത്രിമാർ. UDFന് ഐതിഹാസിക വിജയം. BJPക്ക് 3 സീറ്റ്. കേരളത്തിൽ UDF, തമിഴ്നാട്ടിൽ TVK, ബംഗാൾ, അസം, പുതുച്ചേരി NDA. ബംഗാളിൽ കാവി വസന്തം. ചരിത്ര വിജയത്തിലേക്ക് BJP. തകർന്നടിഞ്ഞ തൃണമൂൽ. തമിഴകത്ത് വിജയതരംഗം. MK സ്റ്റാലിന് പരാജയം. കോഴിക്കോട് ആനടിച്ച് UDF സുനാമി. ജയിച്ചത് റിയാസ് മാത്രം. LDFനെ തുണച്ചത് തൃശൂരും കണ്ണൂരും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ചെങ്കോട്ടകൾ തകർന്നടിഞ്ഞു. അടിപതറി മന്ത്രിമാർ. UDFന് ഐതിഹാസിക വിജയം. BJPക്ക് 3 സീറ്റ്. കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ ആഞ്ഞടിച്ച ഒരു കൊടുങ്കാറ്റ് 5 ദശകത്തോളം ഇളക്കം തട്ടാതിരുന്ന തളിപ്പറമ്പും ഉരുക്കിൽ തീർത്ത പയ്യന്നൂരും ഉദുമയും തൃക്കരിപ്പൂരും അടക്കമുള്ള ചെങ്കോട്ടകൾ തകർന്ന് തരിപ്പണമായി. ആ തിരുമ്പിയെത്തിയ ഭരണവിരുദ്ധ വികാരത്തിൽ മന്ത്രിമാർ തോറ്റു നിലംപതിച്ചു. തുടർച്ചയായ 10 വർഷത്തെ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 102 സീറ്റോടെ UDF അധികാരത്തിലേക്ക്. 2021 99 സീറ്റുമായി അധികാര തുടർച്ച നേടിയ LDF 35 കൂപ്പുകുത്തി. UDF തരംഗത്തിനിടയിലും 3 സീറ്റ് പിടിച്ച് BJP കരുത്തറിയിച്ചു. നിയമം തിരിച്ചുപിടിച്ച BJP ചരിത്രത്തിലാദ്യമായി ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും കാവിക്കൊടി പാറിച്ചു. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖ അശ്യാന കൂടെ ചേരുന്നു. സെഞ്ചുറി അടിച്ചു ഭരണത്തിലേറുമെന്ന VD സതീശന്റെ വാക്കുകളെ കേരളം അപ്പാടെ നെഞ്ചേറ്റിയ കാഴ്ചയാണ് ജനഹിതം പുറത്തു വന്നപ്പോൾ ദൃശ്യമായത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്നും LDF അപ്രത്യക്ഷമായി. മന്ത്രിമാരായ V ശിവൻകുട്ടി, P രാജീവ്, MP രാജേഷ്, വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, V അബ്ദുറഹിമാൻ, KB ഗണേഷ് കുമാർ എന്നിവർ തോറ്റു. പേരാവൂർ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് മത്സരിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും പരാജയപ്പെട്ടു. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തെഹ്ലിക്ക് മുന്നിൽ കീഴടങ്ങി. ഇതോടെ ചരിത്രത്തിൽ ആദ്യമായി ലീഗിന് നിയമസഭയിൽ വനിതാ പ്രാതിനിധ്യമായി. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ 6 റൗണ്ട് വരെ പിന്നിലായിരുന്നു. 2021 50,123 വോട്ടുകൾക്ക് പിണറായി വിജയൻ വിജയിച്ച മണ്ഡലമാണ് ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, P പ്രസാദ്, GR അനിൽ, K രാജൻ എന്നിവർക്ക് മാത്രമാണ് മന്ത്രിമാരിൽ ജയിക്കാനായത്. 64 സീറ്റുകളോടെ കോൺഗ്രസ് സമീപകാലത്തെ മികച്ച പ്രകടനവും 22 സീറ്റുകളോടെ മുസ്ലിം ലീഗും അതിന്റെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ നേട്ടവും സ്വന്തമാക്കി. പാലയിലടക്കം തോറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വട്ടപൂജ്യമായപ്പോൾ ജോസഫിന്റെ കേരള കോൺഗ്രസ് 8 മത്സരിച്ച് 7 ജയിച്ച് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പാർട്ടിയായി. CPIM 17 നിന്നും 9 ചുരുങ്ങി. 3 സീറ്റുകളോടെ RSPയും ഓരോ വീതം സീറ്റുകൾ നേടി. കേരള കോൺഗ്രസ്, ജേക്കബ്, CMP എന്നീ പാർട്ടികൾ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സന്നിധം അറിയിച്ചു. RJD കൂത്തുപറമ്പും KK രമ വടകരയും പാല മാണി C കാപ്പനും നിലനിർത്തി. കനത്ത പരാജയത്തിനിടയിൽ G സുധാകരൻ അടക്കമുള്ള വിമതർ നേടിയ വിജയം CPMന് കനത്ത തിരിച്ചടിയായി. പാർട്ടി കോട്ടകളിലായിരുന്ന വിമതരുടെ വിജയം. അമ്പലപ്പുഴയിൽ G സുധാകരനും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മാസ്റ്ററുമാണ് UDF സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ചത്. ബേപ്പൂരിൽ PV അൻവറിന് ജയിക്കാനായില്ലെങ്കിലും റിയാസിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനായി. അതേസമയം CPM ബന്ധം വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന് മത്സരിച്ച PK ശശിക്കും A സുരേഷിനും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. മലമ്പുഴയിൽ A സുരേഷ് 3ാം സ്ഥാനത്തായി. ഒറ്റപ്പാലത്ത് ശശി 25,000 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അരനൂറ്റാണ്ടിനു ശേഷം കാസർഗോഡും 20 വർഷത്തിന് കോഴിക്കോടും വിജയിക്കാനായതും കോൺഗ്രസിന് ഇരട്ടി മധുരമാണ്. BJP വിട്ടെത്തിയ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിലും ഉദുമയിൽ K നീലകണ്ഠനും ജയിച്ചു കയറി. കോഴിക്കോട് 5 സീറ്റുകളാണ് കോൺഗ്രസിന് നേടാനായത്. ഇതടക്കം ജില്ലയിലെ 13ൽ 12 സീറ്റുകളും UDFന് നേടാനായി. 2021 13ൽ 11 LDFനായിരുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ 2876 വോട്ടുകൾക്കും ചാത്തന്നൂരിൽ BB ഗോപകുമാർ 4012 വോട്ടുകൾക്കും കഴക്കൂട്ടത്ത് 265 വോട്ടുകൾക്കുമാണ് വിജയിച്ചത്. കേരളത്തിൽ UDF, തമിഴ്നാട്ടിൽ TVK, ബംഗാൾ, അസം, പുതുച്ചേരി NDAക്ക്
5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDFന് ഭൂരിപക്ഷം സീറ്റിൽ വിജയിച്ചു. ബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ NDAയും തമിഴ്നാട്ടിൽ നടൻ വിജയ് നയിച്ച TVKയും വിജയിച്ചു. തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ DMK 2ാം സ്ഥാനത്താണ്. കേരളത്തിൽ 140 സീറ്റിൽ 102 ഇടത്താണ് UDF മുന്നിൽ. 35 സീറ്റിൽ LDFും 3 ഇടത്ത് NDAയും വിജയിച്ചു. ഏതാനും സീറ്റിൽ ഔദ്യോഗികമായി ഫലം പ്രഖ്യാപിക്കാനുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്തും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിലും രമേശ് ചെന്നിത്തല ഹരിപ്പാടും ധനമന്ത്രി KN ബാലഗോപാൽ കൊട്ടാരക്കരയിലും വിജയിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് വിജയിച്ചു. തമിഴ്നാട്ടിൽ 2 ഇടത്തും ബംഗാളിൽ 1 ഇടത്തും CPM വിജയിച്ചു. കൂടുതൽ വാർത്തകളുമായി അശ്യാന കൂടെ ചേരുന്നു. തമിഴ്നാട്ടിൽ TVK 102 സീറ്റിലും DMK മുന്നണി 71 സീറ്റിലും AIDMK 54 സീറ്റുകളിലുമാണ് വിജയിച്ചത്. TVK വിജയം അമ്പരിപ്പിക്കുന്നതാണ്. DMK ശക്തി കേന്ദ്രമായ ചെന്നൈ നഗരം ഉൾപ്പെടെ ഗ്രേറ്റർ ചെന്നൈ റീജിയൻ അടക്കം നഗരമേഖലകളിൽ വിജയ് തരംഗം ആഞ്ഞുവീശി. ഗ്രേറ്റർ ചെന്നൈ റീജിയനിൽ 34ൽ 32 സീറ്റും TVK നേടി. കഴിഞ്ഞ തവണ DMK നേതൃത്വത്തിലുള്ള മതനിരപേക്ഷ മുന്നണി തൂത്തുവാരിയ മേഖലയിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കം തോറ്റു. DMKയുടെ നഗരമേഖലയിലെ അടിത്തറ തകർക്കുന്നതായി TVKയും പ്രകടനം. AIDMK നേതൃത്വത്തിലുള്ള NDA ഗ്രാമീണ മേഖലയിൽ ശക്തി കാട്ടി. പ്രധാന പ്രതിപക്ഷമായിരുന്ന AIADMK അട്ടിമറിച്ചാണ് TVKയുടെ തേരോട്ടം. DMKയും AIADMKയും നേരിട്ട് ഏറ്റുമുട്ടി. 135 സീറ്റുകളിൽ TVK 51 സീറ്റ് നേടി. BJPയും DMKയും നേരിട്ട് ഏറ്റുമുട്ടിയ 25 മണ്ഡലങ്ങളിലും TVK നേട്ടമുണ്ടാക്കി. 16 സീറ്റ് നേടി. SC/ST സംവരണ മണ്ഡലങ്ങളിലും TVK മുന്നേറി. പത്മനാഭപുരത്തും കീഴല്ലൂരിലുമാണ് CPM ജയിച്ചത്. പത്മനാഭപുരത്ത് R ചെല്ലസ്വാമി 13,000-ലേറെ വോട്ടിനും കീഴ്വല്ലൂരിൽ T ലത 1000-ലേറെ വോട്ടിനുമാണ് TVK സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചത്. പുതുച്ചേരിയിൽ 1 സീറ്റിൽ CPM സ്വതന്ത്രൻ വിജയിച്ചു. മാഹിയിൽ അഡ്വക്കേറ്റ് T അശോക് കുമാർ 1115 വോട്ടിന് കോൺഗ്രസ് സിറ്റിംഗ് MLA രമേശ് പറമ്പത്തിനെ തോൽപ്പിച്ചു. ബംഗാളിൽ ഫലപ്രഖ്യാപനം പൂർണ്ണമായും വന്നിട്ടില്ലെങ്കിലും NDA 205 സീറ്റിൽ മുന്നിലാണ്. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് 82 ഇടത്തും കോൺഗ്രസ് 2 ഇടത്തും CPIM 1 ഇടത്തും മറ്റുള്ളവർ 3 ഇടത്തും മുന്നിലാണ്. അസമിൽ NDA 102 ഇടത്തും കോൺഗ്രസ് 19 ഇടത്തും 5 ഇടത്തും മറ്റുള്ളവരും മുന്നിലാണ്. പുതുച്ചേരിയിൽ 17 ഇടത്ത് NDA 6 ഇടത്ത് കോൺഗ്രസ് 3 ഇടത്ത് TVK 5 ഇടത്ത് മറ്റുള്ളവർ എന്നിങ്ങനെയാണ് കക്ഷിനില. കോഴിക്കോട് ആനടിച്ച് UDF സുനാമി, ജയിച്ചത് റിയാസ് മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഒന്നടങ്കം കൈക്കുമ്പിളിയാക്കിയ UDF സുനാമിയിൽ ആഴിയുലഞ്ഞ് തകർന്ന് കോഴിക്കോടും കോഴിക്കോട്ടെ ചെങ്കോട്ടകളും. 13 മണ്ഡലങ്ങളിൽ 12 എണ്ണവും സ്വതന്ത്രമാക്കിയാണ് UDF കഴിഞ്ഞ 15 വർഷത്തെ കണക്ക് തീർത്തത്. LDFന് ജയിക്കാനായ ഏക മണ്ഡലം മുഹമ്മദ് റിയാസ് മത്സരിച്ച് ബേപ്പൂരായിരുന്നു. എന്നും ഇടതിനൊപ്പം നിന്ന ജില്ലയായിരുന്നു കോഴിക്കോട്. ആ കോട്ടയാണ് പൂർവാധികം കരുത്തോടെ UDF പിടിച്ചെടുത്തത്. ഏറെക്കാലത്തിനു ശേഷം കോഴിക്കോട് ജില്ലയിൽ UDF വലിയ അട്ടിമറി പ്രതീക്ഷിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. 2001-ലാണ് 6 സീറ്റുകൾ നേടി ഇതിനു മുൻപ് UDF മുന്നേറ്റം ഉണ്ടാക്കിയത്. അന്ന് LDFനും 6 സീറ്റുകൾ ഉണ്ടായിരുന്നു. 2006-ൽ UDFന് 1 സീറ്റായി കുറഞ്ഞു. 2011-ൽ 3 സീറ്റുകളോടെ നില മെച്ചപ്പെടുത്തിയെങ്കിലും പിന്നീട് നടന്ന 2 തിരഞ്ഞെടുപ്പുകളിലും UDF 2 സീറ്റിൽ ഒതുങ്ങി. ഒരു മന്ത്രി, ഒരു മുൻ മന്ത്രി, LDF കൺവീനർ എന്നിവരാണ് കോഴിക്കോട് നിന്നും UDF മുന്നേറ്റത്തിൽ പരാജയമടഞ്ഞത്. കോഴിക്കോട് വിജയിച്ച ഒരേ ഒരു ഇടത് സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസ് ആണ്. 7487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം UDFന്റെ PV അൻവറിനെ പരാജയപ്പെടുത്തിയത്. 9 സീറ്റ് വരെ കോഴിക്കോട് ലഭിക്കുമെന്നായിരുന്നു UDF നേതാക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ അന്തിമ ഫലം വന്നപ്പോൾ അവരുടെ കണക്കിലും മേലെ പോയി എന്നതാണ് യാഥാർത്ഥ്യം. UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ 15 വർഷത്തെ കാത്തിരിപ്പിനാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ അറുതിയായത്. LDFനെ തുണച്ച് തൃശൂരും കണ്ണൂരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സുനാമിയിൽ LDF തകർന്നിടഞ്ഞപ്പോൾ പിടിച്ചു നിന്ന് തൃശൂരും കണ്ണൂരും മാത്രം. തൃശൂരിൽ 13-ൽ 9 സീറ്റും കണ്ണൂരിൽ 11-ൽ 7 സീറ്റും LDF വിജയിച്ചു. തൃക്കരിപ്പൂരിൽ CPM ഓഫീസിന് നേരെ UDF ആക്രമണം.
തങ്കയത്തെ പാർട്ടി ഓഫീസും അടിച്ചു തകർത്ത് തീയിട്ട് ജോസഫ് കെ മാണിയുടെ വീട്ടിന് നേരെയും ആക്രമണം. തൃക്കരിപ്പൂരിൽ CPM ഓഫീസിന് നേരെ UDF ആക്രമണം. തങ്കയത്തെ പാർട്ടി ഓഫീസും അടിച്ചു തകർത്ത് തീയിട്ടു. തൃക്കരിപ്പൂരിൽ CPM ഓഫീസിന് നേരെ UDF ആക്രമണം തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിന്റെ മറവിലാണ്. പാർട്ടി ഓഫീസിലേക്ക് ഉഗ്രശേഷിയുള്ള പടക്കം എറിയുകയായിരുന്നു. തങ്കയത്തെ പാർട്ടി ഓഫീസ് അടിച്ചു തകർത്ത് തീയിട്ടു. അതേസമയം പാലായിൽ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയുടെ വീടിന് നേരെയും UDF പ്രവർത്തകർ ആക്രമണം നടത്തിയിരുന്നു. മുറ്റത്തു കിടന്ന കാറുകൾക്കു നേരെയും UDF പ്രവർത്തകർ കല്ലെറിഞ്ഞു. ജോസ് കെ മാണിയുടെ വീടിന് മുന്നിൽ പ്രകടനം നടത്താൻ എത്തിയതായിരുന്നു UDF പ്രവർത്തകർ. വീടിന് മുന്നിൽ വിജയാഘോഷം ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. പോലീസ് എത്തിയാണ് സംഘർഷം അവസാനിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ഗൗരവപരമായി പരിശോധിക്കുമെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. ജയപരാജയങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും ജനവിധി മാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. അതിന്റെ പ്രതിഫലനമാണ് ഉണ്ടായത്. പാർട്ടി മത്സരിച്ച 12 സീറ്റിലും പരാജയപ്പെട്ടു. ഇതിന്റെ കാരണങ്ങൾ പാർട്ടിക്കകത്ത് ഗൗരവമായി ചർച്ച ചെയ്യും. LDF-ലും ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചെങ്കിലും ജയത്തിലേക്ക് എത്തിക്കാനായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം സംബന്ധിച്ച് പരിശോധിച്ച് ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രസ്താവനയിൽ പറഞ്ഞു. തിരുത്തേണ്ടവ തിരുത്തും. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിതമായ പരാജയമാണ് ഉണ്ടായത്. ജനവിധി മാനിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ അഭിമാനകരമായ നേട്ടങ്ങൾ രാജ്യത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ച സംസ്ഥാനമാണ് കേരളം. പ്രതിസന്ധികളുടെ പരമ്പര തന്നെ നമുക്ക് നേരിടേണ്ടി വന്നു. ജനങ്ങൾ തന്ന കരുത്തിൽ എല്ലാം അതിജീവിച്ച് ചരിത്രത്തിൽ ആദ്യമായി LDF തുടർഭരണവും നേടി. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ തിളക്കമാർന്ന വിജയം ഈ തെരഞ്ഞെടുപ്പിൽ LDF പ്രതീക്ഷിച്ചുവെങ്കിലും ജനങ്ങളുടെ വിധിയെഴുത്ത് മറ്റൊന്നായി. ഇടതുപക്ഷത്തിന്റെ ശരികളെ രാജ്യം തിരിച്ചറിയുന്ന കാലഘട്ടമാണിത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധങ്ങൾ രാജ്യത്തെ അപകടകരമായ വിധം വരിഞ്ഞുമുറുക്കുമ്പോൾ ആ ശരികളെ രാജ്യം ചർച്ച ചെയ്യുന്നുണ്ട്. പ്രതീക്ഷയുടെ തുരുത്ത ഇടതുപക്ഷം എന്നും ഇവിടെ ഉണ്ടാകും. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് തുടർന്ന് മുന്നോട്ട് പോകും. ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്യുകയാണെന്നും KK രാഗേഷ് പറഞ്ഞു. മാഹിയിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. മാഹിയിൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് T അശോക് കുമാർ വിജയിച്ചു. കോൺഗ്രസിന് 8712 വോട്ടും അഡ്വക്കേറ്റ് അശോക് കുമാറിന് 7525 വോട്ടും 1217 വോട്ടിനാണ് വിജയിച്ചത്. മാഹിയിൽ ദീർഘകാലം അഭിഭാഷകനായ അശോക് കുമാർ പൊതുജന വിഷയങ്ങൾ ഉയർത്തിയും മാഹിയോടുള്ള പുതുച്ചേരി സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. പശ്ചിമബംഗാളിൽ ഡോങ്കറിൽ ചെങ്കൊടി പാറി CPM സ്ഥാനാർത്ഥി മുഹമ്മദ് മുസ്തഫിർ റഹ്മാൻ വിജയം. പശ്ചിമബംഗാളിലെ ഡോങ്കറിൽ ചെങ്കൊടി പാറി CPM സ്ഥാനാർത്ഥി മുഹമ്മദ് മുസ്തഫ റഹ്മാൻ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 16,296 വോട്ടുകൾക്കാണ് മുഹമ്മദ് തൃണമൂൽ സ്ഥാനാർത്ഥി ഹുമയൂൺ കബീറിനെ പരാജയപ്പെടുത്തിയത്. 1,07,882 വോട്ടുകളാണ് മുഹമ്മദ് മുസ്തഫ റഹ്മാൻ നേടിയത്. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവിന് അടിത്തറയൊരുക്കുന്നതാണ് മുർഷിദാബാദ് ജില്ലയിലെ ഡോങ്കൽ നിയമസഭാ മണ്ഡലത്തിലെ വിജയം. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡോങ്കലിൽ 400ഓളം കുടുംബങ്ങൾ തൃണമൂൽ കോൺഗ്രസ് വിട്ട് CPM-ൽ ചേർന്നിരുന്നു. 1977 മുതൽ 2016 വരെ CPM തുടർച്ചയായി ജയിച്ച മണ്ഡലമാണ് ഡോങ്കൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ ജയിച്ചപ്പോൾ 36% വോട്ടുമായി ജനങ്ങൾ സ്നേഹത്തോടെ റാണാദ എന്ന് വിളിക്കുന്ന മുഹമ്മദ് മുസ്തഫിർ റഹ്മാൻ രണ്ടാമതെത്തി. പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ 5 വർഷവും ഡോങ്കലിൽ സജീവമായി തന്നെ റാണാദ തുടർന്നു. സിറ്റിംഗ് MLA ജഫീഖുൽ ഇസ്ലാമിനെ മാറ്റി മുൻ IPS-കാരനായ ഹുമയൂൺ കബീറിനെയാണ് തൃണമൂൽ സ്ഥാനാർത്ഥിയാക്കിയത്. ബംഗാളിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്ന ISF-ന്റെ നൗസാദ് സിദ്ദിഖി ബംഗാർ മണ്ഡലത്തിലും വിജയിച്ചു. തമിഴകത്ത് വിജയതരംഗം. MK സ്റ്റാലിന് പരാജയം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിന് പരാജയം. സ്വന്തം തട്ടകമായ കുളത്തൂരിൽ തമിഴക വെട്രി കഴകം TVK സ്ഥാനാർത്ഥി VS ബാബുവിനോടാണ് സ്റ്റാലിൻ പരാജയപ്പെട്ടത്. കന്യാംഗത്തിനിറങ്ങിയ നടൻ വിജയുടെ തമിഴക വെട്ടിക്കം കഴകം 134 സീറ്റുകളിൽ ലീഡ് നേടി. 2021 70,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം നൽകി സ്റ്റാലിനെ നെഞ്ചിലേറ്റിയ കുളത്തൂർ ഇത്തവണ കൈവിട്ട് DMK കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഫലം പുറത്തു വന്നതോടെ ചെന്നൈയിലെ DMK ആസ്ഥാനമായ അണ്ണ അറിവാലയത്തിൽ ആവേശമൊഴിഞ്ഞു. രാവിലെ ആഘോഷങ്ങൾക്കായി
ഒരുക്കിയ പന്തലുകളും കസേരകളും പ്രവർത്തകർ തന്നെ നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് നേരത്തെ കണ്ടത്. നഗര മേഖലകളിൽ യുവതലമുറയുടെയും സാധാരണക്കാരുടെയും വോട്ടുകൾ വലിയ തോതിൽ സമാഹരിക്കാൻ വിജയിയുടെ പാർട്ടിക്ക് കഴിഞ്ഞു. ഇത് DMKയുടെ ഉറച്ച വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുണ്ടാക്കി. തെരഞ്ഞെടുപ്പ് ഫലം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയ് അധികാരത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. TVKയ്ക്ക് 134 സീറ്റുകളുടെ ലീഡാണ് നേരത്തെ ഉണ്ടായത്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി BJP. ചരിത്രപരമായ മുന്നേറ്റത്തിലേക്ക് 15 വർഷം നീണ്ടുനിന്ന തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് BJP സംസ്ഥാനത്ത് 200 സീറ്റുകളിലേക്ക് വിജയം കുറിച്ചത്. ദശാബ്ദങ്ങളായി ലക്ഷ്യം വെച്ചിരുന്ന ബംഗാൾ ഭരണം ഇത്തവണ BJP പിടിച്ചെടുക്കുമെന്നാണ് നിലവിലെ സൂചനകൾ പ്രകാരം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ ഗണ്യമായി കുറയുന്ന കാഴ്ചയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തന്നെ തുടങ്ങിയത്. BJPയുടെ മുന്നേറ്റത്തിന് മേലിൽ ഹിന്ദു വോട്ടുകളുടെ വലിയ തോതിലുള്ള ഏകീകരണമാണ് BJP നേതാവ് സുവേന്ദു അധികാരി അവകാശപ്പെട്ടു. പരമ്പരാഗതമായി തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന മുസ്ലിം വോട്ടുകളിൽ ഇത്തവണ വിള്ളലുണ്ടായതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നന്ദിഗ്രാം പോലുള്ള മണ്ഡലങ്ങളിലെ മുസ്ലിം ബൂത്തുകളിൽ BJP മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും അദ്ദേഹം പറഞ്ഞു. BJPയുടെ ശക്തി കേന്ദ്രമായ വടക്കൻ ബംഗാളിൽ പാർട്ടി പ്രതീക്ഷിച്ച വിജയം നേടുന്നതിനൊപ്പം തൃണമൂലിൻ്റെ ഉറച്ച കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താനോ BJPക്ക് സാധിച്ചു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് വന്നത്. ആദ്യഘട്ട സൂചനകൾ പ്രകാരം തന്നെ BJP 135 സീറ്റുകൾ നേടുമെന്ന് രാവിലെ തന്നെ മനസ്സിലായിരുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപ്പൂരിൽ തുടക്കത്തിൽ തൃണമൂൽ ലീഡ് ചെയ്തേക്കുമെങ്കിലും 10 റൗണ്ടിന് ശേഷം BJPയിൽ മറികടക്കുമെന്ന് അധികാരി നേരത്തെ പറഞ്ഞിരുന്നു. നേരത്തെ തൃണമൂലിന് 95% വോട്ടുകൾ ലഭിച്ചിരുന്ന മുസ്ലിം ഭൂരിപക്ഷ ബൂത്തുകളിൽ ഇത്തവണ ആ പിന്തുണ കുറഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു. ബംഗാളിൻ്റെ വികസനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഗ്യാരണ്ടി വോട്ടർമാരെ സ്വാധീനിച്ചതായാണ് BJP വിലയിരുത്തുന്നത്. ബീഹാറിലൂടെ ഗംഗ ബംഗാളിലേക്ക് ഒഴുകും എന്ന പ്രധാനമന്ത്രിയുടെ നേരത്തെയുള്ള വാക്കുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് BJPയുടെ ഇപ്പോഴത്തെ മുന്നേറ്റം. നിലവിൽ വോട്ടെണ്ണലിൻ്റെ ആദ്യ ഘട്ടങ്ങൾ മാത്രമാണ് മമത മുന്നേറിയിട്ടുള്ളത്. തുടർന്നുള്ള എല്ലാ ഘട്ടങ്ങളിലും BJP തന്നെയാണ് ശക്തമായ മുന്നേറ്റം നടത്തിയത്. ബംഗാൾ ഭരിച്ചു വരുന്ന ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും അടിത്തറ തകർന്നുവെന്ന തെളിയിക്കുന്ന ഫലങ്ങളാണ് പുറത്ത് വരുന്നതെന്നും BJP നേതാക്കൾ പറഞ്ഞു. 18 സംസ്ഥാനം ഭരിച്ച ഇടതുപക്ഷത്തിന് വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നും അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.